സലാഡ് ഉണ്ടാക്കുന്നതിലേക്ക് നോക്കാം. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഏറ്റവും ആദ്യം നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് പശുമ്പാലാണ് എടുത്തേക്കുന്നത്. 2.5 കപ്പ് പശുമ്പാലാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് മുട്ടയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര വേണം. പഞ്ചസാര 1/2 കപ്പ് വേണം. ഈ പഞ്ചസാര 1/2 കപ്പ് തുടങ്ങി 3/4 കപ്പ് വരെ ചേർക്കാം. പക്ഷെ 1/2 കപ്പ് പഞ്ചസാര ചേർത്താലും അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പൊ പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ കണ്ടൻസ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട്. അപ്പൊ അതിനും അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പിന്നെ വേണ്ടത് കണ്ടൻസ് മിൽക്കാണ്. കണ്ടൻസ് മിൽക്ക് 2 ടേബിൾ സ്പൂൺ വേണം. പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ്. വാനില എസൻസ് 2 ടീസ്പൂൺ വേണം. ഇത്രയ്ക്കും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കുന്നത്. പിന്നെ വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2-3 ടൈപ്പ് ഫ്രൂട്ട്സ് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇടുക. നമ്മുടെ നാട്ടിലേക്ക് ഇടുക, നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഫ്രൂട്ട്സ് തന്നെ ആയിരുന്നാലും മതി. മാങ്ങ, പപ്പായ, പിന്നെ പഴം, പിന്നെ കരിക്കും കൂടിയും ചേർത്തിട്ടുണ്ടെങ്കിലും ഫ്രൂട്ട് സലാഡിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാനിവിടെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പിസ്താഷ്യോ എടുത്തിട്ടുണ്ട്, കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. നട്ട്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ചേർക്കാം. നട്ട്സ് വളരെ കുറച്ച് ചേർത്താൽ മതി, ഫ്രൂട്ട്സ് കുറച്ച് കൂടുതൽ ചേർക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഫ്രൂട്ട് സലാഡ് ആക്കാന്ന്. ഇനി നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു പാത്രം വേണം. പിന്നെ ഞാനിവിടെ 3 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഈ പാത്രത്തിലേക്ക് 2.5 കപ്പ് പാല് ചേർക്കാം. ഈ പാല് ഒന്ന് തിളച്ചിട്ട് ഈ പാല് പതുക്കെ ഒന്ന് വറ്റി വരണം. ഈ 2.5 കപ്പ് പാലിൽ നിന്ന് ഇതൊരു 2.25 കപ്പായിട്ട് വറ്റിച്ചെടുക്കണം. ഒരു 1/4 കപ്പ് ഇതിനകത്ത് വറ്റിച്ചെടുക്കണം. നമുക്ക് തീ ഓണാക്കാം. അങ്ങനെ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുമ്പോഴായിരിക്കും നമ്മുടെ കസ്റ്റാർഡിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ പാലിൻ്റെ ചെറുതായിട്ടൊരു കുത്തുണ്ടാവും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ പാല് തിളച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു 1/4 കപ്പ് നമുക്ക് വറ്റി കിട്ടും. ഇപ്പോൾ ഈ പാലൊന്ന് പതുക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിടാം. ഇതിലേക്ക് നമ്മൾ മുട്ട മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നിട്ട് ആദ്യം ഈ കണ്ടൻസ് മിൽക്ക് ഇതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിവിടെ 3 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കുറച്ച് മിൽക്കും കൂടിയും ചേർത്തിട്ട് ഏറ്റവും ആദ്യം ഈ ഗ്ലാസ്സിലിട്ടിട്ട് ആ മിൽക്കും മുട്ടയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് മിൽക്ക് ഒഴിച്ചാൽ മതി. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് ഈ മുട്ടയിലേക്ക് ഒഴിക്കുക. ഈ മുട്ടയിലേക്ക് നമ്മൾ ഒഴിച്ചേക്കണ 2 ടേബിൾ സ്പൂൺ മിൽക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ മുട്ട കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതിലേക്ക് കുറേശ്ശെ മുട്ടയിട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാവരും കൂടി ഒരുമിച്ച് ഒഴിക്കരുത്. അങ്ങനെ കുറേശ്ശെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ മുട്ട മുഴുവനും ഈ മിൽക്കിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. നമുക്ക് ഇതിങ്ങനെ നിർത്താണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കണം മുട്ട പിരിഞ്ഞു പോകും. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. പിന്നെ കുറേ നേരമായിട്ട് തിളപ്പിക്കുന്നത്. ആദ്യത്തെ ഒരു തള വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ടും ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ
പിന്നെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടി നല്ലൊരു ക്രീം പോലെ ആവും. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് അടിക്കാണ്ടും ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കുക. ഇപ്പോൾ കസ്റ്റാർഡ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിങ്ങനെ നല്ല പേസ്റ്റ് പോലെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറേ നേരം അടിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇത് നമുക്ക് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് പകർത്തത്. ഫ്രിഡ്ജിലേക്ക് വയ്ക്കുമ്പോൾ തുറന്നിട്ട് വെക്കേണ്ട, നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഈ ഫ്രൂട്ട്സിലേക്ക് നട്ട്സും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നിങ്ങളെടുക്കുന്ന ഫ്രൂട്ട്സിന് അത്രയ്ക്ക് നല്ല മധുരം ഇല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹണിയും കൂടിയും ചേർക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന ഫ്രൂട്ട്സിനൊക്കെ നല്ല മധുരമുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഹണി ചേർക്കണില്ല. ആ ഹണി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് നട്ട്സ് ചേർക്കാം. ഞാൻ ഇതിലേക്ക് പിസ്താഷ്യും കാഷ്യൂനട്ടുമാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ കസ്റ്റാർഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ഫ്രൂട്ട്സും നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട് സലാഡ് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ഗ്ലാസ്സിലേക്ക് ഏറ്റവും ആദ്യം കസ്റ്റാർഡ് ഒഴിക്കുക. ഇതിലേക്ക് ഫ്രൂട്ട്സും നട്ട്സും മിക്സ് ചെയ്തത് ചേർക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് സ്ട്രോബെറിന് വെക്കുന്നത്. ഇപ്പോൾ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതേപോലെ കുറേശ്ശെ ഒരേ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തെടുക്കണമെന്നില്ല. അത് നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രൂട്ട്സിലേക്ക് ആ കസ്റ്റാർഡും കൂടിയും ചേർത്തിട്ട് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിലേക്ക് നിങ്ങൾ ആ ഫ്രൂട്ട്സും പിന്നെ കസ്റ്റാർഡും ചേർക്കുമ്പോൾ നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ കസ്റ്റാർഡ് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഇതിലേക്ക് ചേർത്തേക്കണ ആ മുട്ടയുടെ ടേസ്റ്റൊന്നും ആ കസ്റ്റാർഡ് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാവില്ല. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്.